എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ലിമിറ്റ്ലെസ് ലിവിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളെല്ലാവരും വളരെ നല്ലൊരു റെസ്പോൺസാണ് നമ്മുടെ ഒരു വീഡിയോയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം ആദ്യമേ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പുതുവർഷം വരികയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കാര്യങ്ങൾ നേടുവാനും ഒക്കെ ഈ ഒരു വർഷം നിങ്ങൾക്ക് കാരണമായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇന്ന് സംസാരിക്കാനുള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മൾ ടൈം മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞൊരു വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് കണക്കാക്കാം. ടൈം മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഒരു വ്യക്തി ജനിച്ച സമയം മുതൽ ആ വ്യക്തിയുടെ മരിച്ച സമയം വരെയുള്ള ആകെ തുകയാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് അല്ലേ. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത് നമ്മുടെ ലൈഫ് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യമേ കാണേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത് നമ്മുടെ പ്രയോറിറ്റി മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. കാരണം നമ്മുടെ എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചിട്ടുള്ള ഒരേ ഒരു സാധനമാണ്, നമുക്ക് ഒരു സംഭവമാണ് ടൈം എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്തെ നമുക്ക് 24 നിന്ന് 25 26 മാറ്റാനൊന്നും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കഴിയില്ല. നമുക്ക് നമ്മുടെ പ്രയോറിറ്റി നമ്മളെയാണ് മാറ്റാനായിട്ട് കഴിയുക എന്നുള്ള, മാനേജ് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്, നമുക്കൊരു ടൈമിനെ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ളൊരു ഗോൾ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മൂന്നാമത്തെ കാര്യം. നമുക്കൊരു ഗോൾ ഇല്ല എങ്കിൽ സമയത്തെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രയോറിറ്റി ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലേ. നമുക്കൊരു സ്ഥലത്തേക്ക് എപ്പോഴെത്തണം, അതല്ലെങ്കിൽ എത്തണം എന്നുള്ള തീരുമാനം എടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എങ്ങനെ ടൈം പ്രയോറിറ്റി ചെയ്യാൻ പറ്റും? അതൊരിക്കലും സാധ്യമല്ല. അപ്പോൾ ആയതുകൊണ്ട് ഈ ഒരു 3 കാര്യങ്ങൾ ആദ്യമേ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മളൊരു ദിവസത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വിനിയോഗിക്കപ്പെടുന്ന സമയം അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾ 4 കാറ്റഗറിയിൽ അല്ലെങ്കിൽ 4 ക്വാഡ്രന്റുകളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നാമത്തതാണ് ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജൻറ്റ്. രണ്ടാമത്തതാണ് ഇമ്പോർട്ടൻ്റ് ആൻഡ് നോട്ട് അർജൻറ്റ്. മൂന്നാമത്തതാണ് അർജൻ്റ് ആണ് പക്ഷേ നോട്ട് ഇമ്പോർട്ടൻ്റ്. നാലാമത്തതാണ് അർജൻറ്റുമല്ല അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റുമല്ല. ഈ ഒരു 4 കാറ്റഗറിയിലാണ് നമ്മളൊരു ദിവസത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പെടുക എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് നമുക്ക് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും അല്ലേ. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ അർജൻറ്റുമാണ്. അതെ, പ്രാധാന്യമുള്ളതാണ് അതുപോലെ തന്നെ അടിയന്തരമായിട്ട് ചെയ്യേണ്ടതുമാണ്. അത്തരം കാര്യങ്ങൾ എന്താണ്? നമ്മൾ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ലൈഫിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഗോൾ സെറ്റിങ്സിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു കാറ്റഗറിയിലേക്ക് പെടുത്താം അല്ലേ. നമ്മളൊരു മാനുഷിക പരിഗണന വെച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു കാറ്റഗറിയിലൊക്കെ പെടുത്താവുന്ന കാര്യങ്ങളാണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ അർജൻറ്റുമാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നോട്ട് അർജൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നോട്ട് അർജൻറ്റ്, അതായത് പ്രാധാന്യമുള്ളതാണ് പക്ഷെ അടിയന്തരമായിട്ട് ചെയ്യേണ്ടതല്ല. ഈ ഒരു കാറ്റഗറിയിലുള്ള കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് 2 പെൺകുട്ടികളാണ്. അവരുടെ കല്യാണത്തിന് പണം സ്വരൂപിക്കുക അതല്ലെങ്കിൽ അവരുടെ കല്യാണം നല്ല രീതിയിൽ നടത്തുക എന്നുള്ളതെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ഇന്ന് ചെയ്യേണ്ടതായിട്ടുള്ള, ഇന്നത്തേക്ക് നമ്മൾ പണം സ്വരൂപിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അർജൻ്റ് അല്ല. പക്ഷെ അതെന്താണ്? നമ്മൾ കറക്റ്റായിട്ട് ആനുപാതികമായിട്ട് ചെയ്തില്ലെങ്കിൽ അതെന്താണ്? ഇത് ഒന്നാമത്തെ ക്വാഡ്രന്റിലേക്ക് വരും അല്ലേ. ശരിയല്ലേ? നമ്മളത് കാര്യം കറക്റ്റായിട്ട് സമയബന്ധിതമായിട്ട് ആ ഒരു എത്ര വർഷത്തേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സമയത്ത് നമ്മൾ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തില്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി എന്നുള്ളത് ഒന്നാമത്തെ കാറ്റഗറിയിലേക്ക് മാറ്റപ്പെടും അല്ലേ. അതാണ് രണ്ടാമത്തെ കാറ്റഗറി. എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നോട്ട് അർജൻറ്റ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് എന്ത്? അർജൻ്റ് ആണ് പക്ഷെ നോട്ട് ഇമ്പോർട്ടൻ്റ്. അതായത് അർജൻറ്റ്, അടിയന്തരാവസ്ഥ, അർജൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷെ പ്രാധാന്യമുള്ളതല്ല. നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട 80% കാര്യങ്ങൾ ഈ ഒരു കാറ്റഗറിയിലാവും പെടുന്നുണ്ടാവുക. സാധാരണ ഒരു ശരാശരി മനുഷ്യൻ ചെയ്യുന്ന 80% കാര്യങ്ങളും ഈ ഒരു കാറ്റഗറിയിലായിരിക്കും. നമ്മളൊരു ദിവസത്തിൽ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങൾ എന്താണ്. നമ്മളൊരാൾ അർജൻറ്റായിട്ട് വിളിക്കുന്ന, ഒരു സിനിമയ്ക്ക് പോകാൻ വിളിക്കുന്നു എന്ന് വിചാരിക്കുക. ആ ഒരു സിനിമയ്ക്ക് പോയില്ലെങ്കിൽ അതെന്ത് പ്രാധാന്യം വളരെ കുറവാണ് അല്ലേ. അർജൻറ്റ് പോകണം അല്ല, നമുക്കൊരു 3 മണിക്കാണ് സിനിമ എങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ അവിടെ എത്താം, അതെല്ലാം വേണം. പക്ഷെ അത് പ്രാധാന്യം അർഹിക്കുന്നതാണോ? അല്ല. അർജൻറ്റായിട്ട് ചെയ്യണം പക്ഷെ
പ്രാധാന്യമുള്ളതല്ല. അത്തരം കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ സമയം വിനിയോഗിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതാണ് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. നാലാമത്തെ കാറ്റഗറി അർജന്റ് ആണ്. അതുപോലെ തന്നെ അർജന്റ് അല്ല, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റും അല്ല. അത്തരം കാര്യങ്ങളിൽ എന്താണ് ഇവിടെ നമ്മൾ അയൽപ്പക്കത്ത് ലൂസ് സ്റ്റോക്കിന് പോവുക, അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം, ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല സ്പെൻഡ് ചെയ്യുന്ന സമയം, ഇതെല്ലാം ഒരു കാറ്റഗറിയിൽ പെടുന്നു. ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് 4D ഫോർമുലയിൽ പറയാം. ഒന്ന് ഡു എന്ന് പറയും, അതായത് ഡു, ഡിലേ, ഡെലഗേറ്റ്, ഡിലീറ്റ്. ഡു എന്ന് പറയുന്നത് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്, ഡിലേ എന്ന് പറയുമ്പോൾ വൈകിപ്പിച്ച് ചെയ്യേണ്ടത്, അതായത് പ്രാധാന്യം അർഹിക്കുന്നത് അതിനപ്പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഡിലഗേറ്റ്, അത് മറ്റുള്ളവരെ ഏൽപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. നാലാമത്തെ കാര്യമാണ് എന്ത്, ഡിലീറ്റ്, നമ്മൾ ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങൾ. അതാണ് ഈ ഒരു 4D ഫോർമുല എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ഫോർമുല പഠിച്ചാലും നമ്മളൊരു മാനുഷിക മൂല്യം നമുക്കുണ്ട്. നമ്മളൊരു മനുഷ്യനാണ്, ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മാനുഷിക പരിഗണന വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ ലക്ഷ്യങ്ങളിലേക്ക് പോവുകയാണ്, നമ്മുടെ ഗോൾ സെറ്റിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ വഴിയിലൊരു ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അർജൻറ്റായിട്ട് വരേണ്ട കാര്യങ്ങൾ എന്താണ്, ഈ പറയുന്ന നമ്മൾ അദ്ദേഹത്തെ ഒരു മാനുഷിക പരിഗണന വെച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളൊരു ദിവസത്തിൽ വൈകുന്നേരം നമ്മൾ കിടക്കുന്ന, രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്ന് അനാലിസിസ് നടത്തുക, നമ്മളൊന്ന് എഴുതി വയ്ക്കുക നമ്മൾ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എത്ര ശതമാനം നമ്മളെ ഗോൾസിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്ര ശതമാനം നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുപോലെ എത്ര ശതമാനം നമ്മൾ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നുണ്ട്, എത്ര ശതമാനം നമ്മൾ അർജൻറ്റും അല്ല ഇമ്പോർട്ടൻറ്റും അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത്തരം അനാലിസിസിലൂടെ സാധിക്കും. ഇത്ര അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സമയത്ത് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിട്ടുള്ള സമയത്തെ കൂടുതൽ എഫക്റ്റീവും പ്രഷ്യസുമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം അനാലിസിസുകൾ നടത്തുന്നത്. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ, ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മൾ സമയത്തെ കൂടുതൽ എഫക്റ്റീവായിട്ട് ചിലവഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ആളടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴോ അതല്ലെങ്കിൽ നമ്മളൊരു ആളായിട്ടൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴോ ഒക്കെ നമ്മളത് ആവശ്യമുള്ളതാണോ, നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നതിന് മാത്രമാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കുന്ന ഓരോ സമയവും നമ്മുടെ ആവശ്യമായിട്ട് ചിലവാക്കേണ്ട സമയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പ്രധാനമായിട്ട് നമ്മൾ ചിലവഴിക്കുന്ന ഒരു 4-5 കാര്യങ്ങളാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ആണ് ഒന്ന്, രണ്ടാമത്താണ് നമ്മുടെ ഉറക്കം, നാലാമത്തെ ഉറക്കം എന്ന് പറയുമ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് ഉറങ്ങുന്ന ഓരോ സമയവും നമ്മുടെ ആവശ്യത്തിന് വിനിയോഗിക്കേണ്ട സമയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ ടോക്ക്, സംസാരം, ഞാൻ നേരത്തെ പറഞ്ഞു. നാലാമത്തെ കാര്യമാണ് നമ്മുടെ ഒരു ട്രാവലിംഗ് എന്നുള്ളത്. അഞ്ചാമത്തെ കാര്യമാണ് വെയിറ്റിംഗ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഹ്യൂമൻ, ഒരു സാധാരണ മനുഷ്യൻ സമയം ചെലവഴിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ചെലവഴിക്കുന്ന സമയത്തെ നമ്മൾ ആദ്യം പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു സ്പെൻഡിൽ നിന്ന് ഇൻവെസ്റ്റിലേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയത്തെ ഒരിക്കൽ കൂടി കൂടുതൽ എഫക്റ്റീവായിട്ട് ചെലവഴിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കാനുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം, ഒന്നാമത്തെ കാര്യം പറഞ്ഞത് സമയത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം സമയം എങ്ങനെയാണ് നമ്മളൊരു ദിവസത്തിൽ ചെലവഴിക്കുന്നത്, അതല്ലെങ്കിൽ ഏത് ക്വാഡ്രന്റുകളിലാണ് നമ്മൾ സമയം ചെലവഴിക്കുന്ന ആ ഒരു സമയത്തെ എത്ര ക്വാഡ്രന്റുകളിലേക്കായിട്ട് മാറ്റാം, ഏത് രീതിയിലാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നാലാമത്തെ കാര്യം പറഞ്ഞത് നമ്മൾ 5 രീതിയിൽ സമയം ചെലവഴിക്കുന്നുണ്ട് അല്ലേ, ആ കാര്യം പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ഓഫ്ലൈനിലൊരു പ്രോഗ്രാം അവതരിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് നമുക്ക് കയ്യടിയുടെ രൂപത്തിൽ കിട്ടാറുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ റെസ്പോൺസ് നിങ്ങളുടെ ഒരു ലൈക്കിൻ്റെ രൂപത്തിൽ നമുക്ക് തരിക. അതുപോലെ തന്നെ ഇതിൻ്റെ കമൻറ്റുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ഈ ഒരു ആശയം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് എത്തിക്കാമെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടി ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. പുതിയ തീരുമാനങ്ങളിലൂടെയും പുതിയ ആശയങ്ങൾ നടപ്പാക്കുന്നതിലൂടെയൊക്കെ വലിയ വിജയങ്ങൾ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.